ആദ്യമായി എനിക്ക് പറയാൻ ഉള്ളത്, ഈ യോഗത്തിലെല്ലാം പോകുമ്പോൾ സന്തോഷമുണ്ട് പങ്കെടുക്കാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ധർമ്മടത്തിൽ വന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. മറ്റ് സ്ഥലത്തിൽ നിന്നും വികസനം നടക്കുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇവിടെ മുഖ്യമന്ത്രി 10 കൊല്ലമായ ഒരു MLA, അദ്ദേഹം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും എന്നൊരു പ്രതീക്ഷ കൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. പക്ഷേ ഞാൻ ഇന്ന് കണ്ടതും കേട്ടതും ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതും ഇതെല്ലാം കേൾക്കുമ്പോൾ സങ്കടമുണ്ട്, സന്തോഷമല്ല. സങ്കടത്തിന്റെ കാരണം എന്ന് പറഞ്ഞാൽ 10 കൊല്ലം മുമ്പ് എല്ലാം ശരിയാവും എന്നൊരു വാഗ്ദാനം കൊടുത്ത് വോട്ട് നേടി ഒരു MLA അല്ല, 95 MLA-മാരാണ് ഈ അസംബ്ലിയിൽ ഇരിക്കുന്നത്. 10 കൊല്ലം കഴിഞ്ഞിട്ട് നാടിന്റെ സ്ഥിതി എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ, ഏറ്റവും കൂടുതൽ വിലക്കയറ്റം. ഇതെല്ലാം ചെയ്യുമ്പോൾ, ഇതെല്ലാം നടന്നു കഴിഞ്ഞ് 10 കൊല്ലം കഴിഞ്ഞിട്ട് ഇലക്ഷന്റെ മുമ്പ് വിവാദങ്ങൾ മാത്രമേ ഇന്ന് ഇവിടെ മുമ്പോട്ട് വയ്ക്കാൻ ഈ 2 പാർട്ടിയും, കോൺഗ്രസും CPM-ഉം കഴിയുന്നു. ദാരിദ്ര്യമുക്ത സംസ്ഥാനം എന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ധർമ്മടം MLA മുമ്പോട്ട് വയ്ക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്. ഞാൻ ഇന്ന് 3000 പേരെ ഞങ്ങൾ എല്ലാവരും കണ്ടു, ഈ അദാലത്തിൽ വന്നു. എന്താണ് അവർ ചോദിക്കുന്നത്? പട്ടയം, വീട്, കുടിവെള്ളം, തൊഴിൽ. ഇതാണോ ദാരിദ്ര്യമുക്ത സംസ്ഥാനം? എത്ര പേരാണ് വീട് ചോദിക്കുന്നത്? എത്ര പേര് വീടുണ്ട്, അതിൻ്റെ വീടിൻ്റെ റൂഫില്ല, വീടിൻ്റെ കുടിവെള്ളമില്ല, വീടിന് മുമ്പിൽ റോഡില്ല, വീടുണ്ടെങ്കിൽ തെരുവുനായ ശല്യം പേടിച്ചിട്ട് ഞങ്ങൾ ജീവിക്കുന്നു. മാലിന്യം പരിഹരിക്കാനോ മാലിന്യത്തിൻ്റെ ഒരു സിസ്റ്റം ഇല്ല, ഡ്രെയിനേജ് ഇല്ല. 10 കൊല്ലം ഭരിച്ചു. ഞാൻ എൻ്റെ ഇനോഗ്രൽ സ്പീച്ചിൽ പറഞ്ഞത്, ഞങ്ങൾ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. ഞങ്ങൾ രാഷ്ട്രീയം കാണുന്നത് ജനങ്ങളെ ജീവിതത്തിൽ നന്നാക്കാൻ ഒരു അവസരമായിട്ട് കാണുന്നു. ഞങ്ങളുടെ രാഷ്ട്രീയം അതാണ്, വികസനം. വികസനം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ, സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന രാഷ്ട്രീയം. ആ കോൺസ്റ്റിറ്റ്യുവൻസിയും നാടിനെ നന്നാക്കുന്ന രാഷ്ട്രീയം. അതിനുവേണ്ടി 24 മണിക്കൂർ 365 ദിവസം അധ്വാനിക്കുന്ന രാഷ്ട്രീയക്കാര്. നമ്മുടെ കുട്ടികൾക്ക് നല്ല ഭാവി സൃഷ്ടിക്കുന്ന രാഷ്ട്രീയം. സാധാരണക്കാരന്റെ ഒരു സാധാരണ പ്രശ്നങ്ങൾ, ആരോഗ്യം, ഭക്ഷണം, വിദ്യാഭ്യാസം, ഇതെല്ലാം ചെയ്തു കൊടുക്കാനാണ് ഞങ്ങൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത്. പക്ഷേ 140 MLA-മാരാണ് ഈ സംസ്ഥാനത്തിൽ. ഏറ്റവും വലിയ MLA ആണ് ഇവിടെ, മുഖ്യമന്ത്രിയായ MLA. 10 കൊല്ലം ഭരിച്ചു, വാഗ്ദാനം കൊടുത്ത് വോട്ട് നേടി. പക്ഷെ ഇന്നും ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും നടന്നിട്ടില്ല. എന്നിട്ട് ഇലക്ഷന്റെ 30 ദിവസം മുമ്പേ എന്താണ് ചർച്ച? MLA പറയുന്ന കാര്യങ്ങൾ എന്താണ്? ഇറാന്, ഗാസ, ഇതെല്ലാണോ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്? ജനങ്ങളുടെ പ്രശ്നങ്ങളെ കുറിച്ചല്ല ചർച്ച ചെയ്യേണ്ടത്. അത് നിങ്ങളുടെ കടമയല്ലേ? അത് ഒരു MLA ആണെങ്കിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അത് നിങ്ങളുടെ ആദ്യത്തെ പ്രയോറിറ്റി അല്ലേ? ഗാസ, ഇറാൻ, സിറിയ അതെല്ലാം പിന്നെ നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് എനിക്ക് വളരെ സങ്കടമുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ ഞങ്ങൾ എല്ലാം നോട്ട് ചെയ്തിട്ടുണ്ട്. 3000 ചില്ലറ പരാതികൾ
BJP ഈ അദാലത്ത് വഴി ഞങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഞങ്ങളിത് ആത്മാർത്ഥമായ സത്യസന്ധയോടെ ഞങ്ങൾ പരിഗണിക്കും എന്ന് ഞാൻ ഇന്ന് ഉറപ്പു തരുന്നു. ഇത് ഞങ്ങൾ ആദ്യമായി ചെയ്യുന്ന കാര്യമല്ല. ഓഗസ്റ്റ് 2025 BJP 30 ജില്ലാ ഓഫീസസിൽ ഹെൽപ്പ് ഡെസ്ക് തുടങ്ങി. ഞങ്ങൾ ഹെൽപ്പ് ഡെസ്ക് തുടങ്ങി. വോട്ടിന് വേണ്ടിയിട്ടാണോ? അല്ല. അതുകൊണ്ട് വോട്ട് കിട്ടുമോ? കിട്ടിയാൽ കിട്ടി, കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല. ആ ഹെൽപ്പ് ഡെസ്ക് വഴി കഴിഞ്ഞ 8 മാസം 1 ലക്ഷത്തിൽ കൂടുതൽ മലയാളികളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ പരിഹരിച്ച പാർട്ടിയാണ് ഈ BJP NDA. അത് പറയാൻ കരുത്തുണ്ട്, ധൈര്യമുണ്ട്, പറയാൻ ഞങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട്. അതുപോലെ CPM കഴിയോ, കോൺഗ്രസിന് കഴിയോ? ശോഭാജി ഒരു കൃത്യമായ ഒരു ചോദ്യം ചോദിച്ചു. ഇത് ആലോചിക്കേണ്ട ഇഷ്യൂസ് ആണ്. നമ്മളെല്ലാവരും ഇവിടെ ഈ ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമാണ്. ഈ ഏത് പാർട്ടിക്ക് നിങ്ങൾ വോട്ട് കൊടുത്താലും ഞങ്ങൾ എല്ലാവരും ഈ ഡെമോക്രസിയെ സ്ട്രെങ്തൻ ചെയ്യുന്ന ആൾക്കാരാണ്, വ്യക്തികളാണ്. 10 കൊല്ലം ഇവിടെ കാര്യങ്ങൾ നടക്കാത്ത സമയം എന്തുകൊണ്ട് പ്രതിപക്ഷ പാർട്ടി ഒരു വാക്ക് പറഞ്ഞില്ല? അവരുടെ ഉത്തരവാദിത്വമല്ലേ? ഒരു MLA കടമയാണെങ്കിൽ MLA ഉത്തരവാദിത്വം വികസനമാണ്, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാണെങ്കിൽ പ്രതിപക്ഷത്തിൽ ഇരിക്കുന്ന കോൺഗ്രസ് പാർട്ടിന്റെ ഉത്തരവാദിത്വമല്ലേ? ചെയ്യാത്ത കാര്യങ്ങളെ കുറിച്ച് അസംബ്ലിയിൽ സമരം ചെയ്യുക, അസംബ്ലിയിൽ ജനങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുക, അത് അവരുടെ ഉത്തരവാദിത്വമല്ലേ? ചെയ്തോ? ഈ ജില്ലയുടെ ഒരു മുഖ്യമായ ഒരു MLA ആണ് കോൺഗ്രസിന്റെ പ്രസിഡന്റ്. അദ്ദേഹം PACന്റെ ചെയർമാനാണ്, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിന്റെ ചെയർമാനാണ്. ഞാൻ അസംബ്ലി കഴിഞ്ഞ 10 കൊല്ലം അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് പഠിച്ച് മനസ്സിലാക്കിയ ആളാണ്. ഒരു ഒറ്റ വാക്ക് CPMന്റെ മിസ്മാനേജ്മെന്റോ ദുർഭരണത്തിനെ കുറിച്ച് സണ്ണി ജോസഫ് പറഞ്ഞിട്ടുണ്ടോ, ചോദിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കണം. അത് ഉത്തരവാദിത്വമല്ലേ? അദ്ദേഹത്തിന്റെ ഒരു കടമയല്ലേ? പിന്നെ എന്തിനാണ് പ്രതിപക്ഷ പാർട്ടിയായിട്ട് ഇരിക്കുന്നത് അവിടെ? ഇന്ത്യ അലയൻസിന്റെ ഒപ്പം പരിപ്പോടും ചായ കഴിക്കാനാണോ ഡൽഹി പോയിട്ട് ഇരിക്കാൻ? അതിനാണോ പ്രതിപക്ഷ പാർട്ടിയായിട്ട് ഇരിക്കുന്നത്? അപ്പൊ ഈ രാഷ്ട്രീയത്തിൽ മാറ്റം വരണം. കൊണ്ടുവരേണ്ടത് ജനങ്ങളാണ്, സാധാരണ ജനങ്ങൾ തീരുമാനിക്കണം. മതിയായി, ഈ വിവാദ രാഷ്ട്രീയം മതിയായി. ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ ജനമാവകാശം, വികസനം. അതിനുവേണ്ടി BJP NDA തയ്യാറാണ്. ഞങ്ങൾ അധ്വാനിക്കാൻ തയ്യാറാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തയ്യാറാണ്. നിങ്ങൾക്ക് നല്ല ഭാവി സൃഷ്ടിക്കാൻ ഞങ്ങൾ അധ്വാനിക്കാൻ തയ്യാറാണെന്ന് ഞാൻ ഇന്ന് കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. രാഷ്ട്രീയത്തിൽ മാറ്റം വരണം, ഭരണം മാറ്റമല്ല. എന്നോട് 2 ദിവസം മുമ്പ് ആരോ ചോദിച്ചു, ഈ CPM കോൺഗ്രസിന്റെ ഭരണശൈലിനെ കുറിച്ച് നിങ്ങളുടെ ഒരു വാക്കിൽ അഭിപ്രായം എന്താണ്? അതില് നമ്മള് ഭരതനാട്യം കേട്ടിട്ടുണ്ടല്ലോ. ഇവര് ചെയ്യുന്നത് ഭരണനാട്യമാണ്, ഇത് നാടകമാണ് ചെയ്യുന്നത്. ഭരണനാട്യം CPMും കോൺഗ്രസും ചെയ്തത് 10 കൊല്ലം ഒരു ഭരണനാട്യം. ജനങ്ങൾ ഒരൊറ്റ പ്രശ്നം പരിഹരിക്കാൻ അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോ അത് ചെയ്യാൻ പറ്റൂല, ഇപ്പൊ കഴിവില്ല. അപ്പൊ മാറ്റം വരണം, മാറണം, മാറ്റണം. കേരളം വളരണം എന്നാണ് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. ആ മാറ്റം ഈ ഇലക്ഷനിൽ വരും. BJP ഭരണത്തിൽ വന്നാൽ ഈ വികസിത കേരളം ഞങ്ങളുടെ സ്വപ്നം ഞങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ BJP NDA ഉണ്ടാവുമെന്ന് പറഞ്ഞ് ഞാൻ നിർത്തുന്നു. നമസ്കാരം. അല്ല, ക്യാമറ മതിയായി MLA. അപ്പം മതിയായി MLA, മാറ്റം തുടങ്ങാം. ധർമ്മടത്തിൽ ഇന്ന് മാറ്റം തുടങ്ങും. ഇല്ല, ഞാൻ ഇത് എന്നോട് ആദ്യം മാധ്യമ സുഹൃത്ത് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഞാനൊരു രാഷ്ട്രീയ വിദ്വാനല്ല, പക്ഷെ സാമാന്യ ബുദ്ധി ഉണ്ട്. അതാണ് എല്ലാ സാധാരണ മലയാളികളുടെ മനസ്സിൽ എന്താണ് ഒരു സാമാന്യ ബുദ്ധി. എത്രയോ കൊല്ലമായി ജനങ്ങൾ കൊടുത്ത അവസരമല്ലേ LDFനും UDFനും?
എന്താണ് കിട്ടിയത്? ഇന്ന് കഴിഞ്ഞ 10 കൊല്ലം LDF UDF രണ്ടല്ല ഒന്നായിരുന്നു. എന്നിട്ട് കിട്ടിയത് ഇതല്ലേ? അപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഒരു ഓൾട്ടർനേറ്റ് ആയിട്ട് BJP NDA ആണ്. അത് വരുന്നുണ്ട്. അതിൻ്റെ അപ്പുറം നരേന്ദ്രമോദിജി ഈ പദ്ധതികളെല്ലാം ഇവിടെ നമ്മൾ കാണുന്നത് എന്താ? നരേന്ദ്രമോദിജി നടപ്പിലാക്കിയ പദ്ധതികളല്ല. വീട്, കുടിവെള്ളം, ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ്, ഇതെല്ലാം ജനങ്ങൾക്ക് കിട്ടുന്നില്ല. അപ്പൊ ഡബിൾ എഞ്ചിൻ സർക്കാരിന്റെ ഗുണം, ഡബിൾ എഞ്ചിൻ സർക്കാരിന്റെ ഫലം എന്തായിരിക്കും എന്ന് ജനങ്ങളുടെ മനസ്സിൽ കയറുന്നുണ്ട്. ഇപ്പോൾ അതുകൊണ്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ലോക്കൽ ബോഡീസിൽ എത്രയോ സ്ഥലത്ത് ഞങ്ങൾ ജയിച്ചിരിക്കുന്നത്. പിന്നെ പണ്ട് ഞങ്ങളുടെ എതിരെ ഒരു പ്രചരണം നടത്തിയത് ഞങ്ങളൊരു വർഗീയവാദി പാർട്ടിയാണ്, കമ്മ്യൂണൽ പാർട്ടിയാണ്, തേങ്ങയാണ് എന്ന് പറഞ്ഞ് ആ പ്രചരണം ഇപ്പൊ പൊളിഞ്ഞല്ലോ. ജമാഅത്തിന്റെ മടിയിലിരുന്ന് രാഷ്ട്രീയം ചെയ്യുന്നവരാണ് ഇതെല്ലാം പറഞ്ഞിരുന്നത്. അപ്പോൾ ആരാണ് ഈ നാട്ടിന്റെ എതിരെ പ്രവർത്തിക്കുന്നത്, ആരാണ് നാട്ടിന്റെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ജനങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്കൊരു സംശയമില്ല, ജനങ്ങൾ ആഗ്രഹിക്കുന്നത് മാറ്റമാണ്. ഇങ്ങനത്തെ ഒരു അവസരവാദ രാഷ്ട്രീയമല്ല ജനങ്ങളുടെ ആവശ്യം. ഇനിയിപ്പോ വികസനമാണ് വേണ്ടത്. വികസനം 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 അത് ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ്, തരാൻ തയ്യാറാണ്. അത് ഞാൻ അതിനെക്കുറിച്ച് എത്രയോ തവണ എന്നോട് ചോദിച്ചതാണ്. എന്നോട് ചോദിച്ചാൽ 140 സീറ്റിൽ ഞങ്ങൾ സാധ്യത കാണുന്നു. കാരണം 140 സീറ്റിൽ ജനങ്ങൾ മാറ്റം ആവശ്യപ്പെടുന്നു. ധർമ്മടത്ത് തുടർന്ന് തിരുവനന്തപുരം വരെ എല്ലാ മണ്ഡലത്തിലും നിങ്ങൾ ജനങ്ങളോട് ചോദിച്ചാൽ മതിയായി എന്നാണ് അവർ പറഞ്ഞത്. അല്ല അങ്ങനെയല്ല. അവിടെയും പോവും, പേടിക്കണ്ട. തീരുമാനിച്ചിട്ടുണ്ട്, അവിടെ പോവും. ഒരു പേടി ഉണ്ടാവണ്ട. ഈ കോട്ട എന്ന് പറയുന്നില്ലേ, ഈ കോട്ട, എന്നോട് ആദ്യം പറഞ്ഞു ഇതൊരു കോട്ടയാണ്. എന്ത് കോട്ട? ഇത് മഹാരാജാവാണ് ഇവിടെ കോട്ട? ഈ ജനങ്ങളല്ലേ, ജനാധിപത്യ സംവിധാനമല്ലേ ഇവിടെ? എന്ത് കോട്ട? ജനങ്ങൾക്ക് വേണ്ട കുടിവെള്ളം, വീടും, ഒരു ജീവിക്കാൻ ഒരു നല്ലൊരു അവസ്ഥ. അപ്പോൾ അതെല്ലാം പണ്ട് കാലത്തെ രാഷ്ട്രീയമായിരുന്നു. ഇതെല്ലാം മാറും, ജനങ്ങളെ മാറ്റും, ഈ ഇലക്ഷനിൽ മാറ്റും. അല്ല, ഈ ഭരണനാട്യം ഉണ്ടല്ലോ, ഈ ഇലക്ഷന്റെ മുമ്പ് 10 കൊല്ലം ഒന്നും ചെയ്യുന്നില്ല. ഇലക്ഷന്റെ 4 ദിവസം മുമ്പ് ഈ നാടകം, ഞങ്ങളുടെ രീതി അതല്ല. ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു, സുഹൃത്തുക്കളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങൾ ഈ 10 കൊല്ലം പ്രവർത്തിച്ച പാർട്ടിയാണ്. ഈ നാടിനെ 2014 മുതൽ ഇന്ന് വരെ 24 മണിക്കൂർ 365 ദിവസം അധ്വാനിച്ചിട്ടാണ് ഈ സ്ഥിതിയിൽ കൊണ്ടുവന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഇലക്ഷന്റെ 10 ദിവസം മുമ്പ് 4 വീട് ഇതുവരെ ഉണ്ടായിരുന്നു ചെയ്യുന്നത്. അപ്പൊ ജനങ്ങൾക്ക് വീട് ആവശ്യമുണ്ടായിരുന്നില്ലേ ഇതിന് മുമ്പ്? അല്ല, BJP കൊടുത്ത അത് ഞാൻ ലിസ്റ്റ് തരാം, ചർച്ച ചെയ്യാൻ തയ്യാറാണ്. BJP കഴിഞ്ഞ 10 കൊല്ലം നാടിന് വേണ്ടിയത് ഇവിടുന്ന് ഞാൻ NDRFന്റെ ചെലവ് അതെല്ലാം പറയാൻ തുടങ്ങണോ? അല്ല, വീട് ഉണ്ടാക്കുന്നത് സംസ്ഥാന സർക്കാർ അല്ല. നിങ്ങളത് വെറുതെ ശ്രദ്ധ തിരിക്കാൻ നോക്കരുത്. അല്ല, ഞാൻ പറഞ്ഞത് സംസ്ഥാനത്തിന് വേണ്ടി നരേന്ദ്രമോദിജി സർക്കാർ എന്തെല്ലാം ചെയ്തു എന്നൊരു ചോദ്യം ഉണ്ടെങ്കിൽ ഞാൻ അത് ഒരു 10 പേജിന്റെ ലിസ്റ്റ് തരാൻ തയ്യാറാണ്. ഈ ഇലക്ഷന്റെ മുമ്പ് നാടകം ചെയ്യുന്നത് ഞങ്ങളുടെ രീതിയല്ല, അത് അവരുടെ രീതിയാണ്. നിങ്ങൾ അതിൽ പെടണ്ടെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. നോക്കൂ, സാധാരണ മാഷ് ഇപ്പൊ എന്താ പറഞ്ഞു, ഞാനിപ്പോ തരുന്നത് ഇപ്പൊ പറഞ്ഞുതരാം തെളിവ്. ഞങ്ങളുടെ വാർഡ് മെമ്പറുള്ള പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയിലും റോഡ് ചെയ്യുന്നില്ല. CPM ഭരിക്കുന്ന മുനിസിപ്പാലിറ്റി പഞ്ചായത്ത്. ഞാൻ തെളിവ് തരണോ? എന്നിട്ടാണ് ഇവര് പറഞ്ഞത്. നോക്കൂ, ഇരട്ടത്താപ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ മറ്റൊരു പേരാണ് CPM. ഇരട്ടത്താപ്പാണ് CPMന്റെ ഐഡിയോളജി. ജനങ്ങളെ വെറുതെ ഓരോന്ന് പറഞ്ഞ് ശ്രദ്ധ തിരിച്ച് വിഡ്ഢിയാക്കാൻ രാഷ്ട്രീയം, ഞാൻ ഏറെ ബഹുമാനത്തോട് പറയുന്നു, അതിന്റെ കാലങ്ങൾ കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒപ്പം വന്ന് കരുത്തും ധൈര്യവും ഉണ്ടെങ്കിൽ വന്ന് ഡിബേറ്റ് ചെയ്യാൻ മുഖ്യമന്ത്രി വരണം. ഞാൻ തയ്യാറാണ്.
10 കൊല്ലം ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾക്ക് മുമ്പോട്ട് തയ്യാറാണ്. ഞങ്ങൾ എന്ത് കൊടുത്തു, ഇവരെന്ത് ചെയ്തു ചെയ്തില്ല, ഞാൻ മുമ്പെടുക്കാൻ തയ്യാറാണ്. എന്തുകൊണ്ട് ഞാനിത് ഒരു 2 മാസമായിട്ട് പറഞ്ഞ കാര്യമാണ്. എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഇതിന് തയ്യാറല്ല? നിങ്ങൾ ചോദിക്കൂ, ഞാൻ റെഡിയാണ്. എൻ്റെ പൊട്ട മലയാളത്തോണ്ട് ഞാൻ ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണ്. അദ്ദേഹം ഭയങ്കര മലയാളി വിദ്വാനാണല്ലോ. എൻ്റെ മലയാളത്തിന്റെ ഒപ്പം ഫാക്ട്സും ഉണ്ടാവും, ഫിഗർസും ഉണ്ടാവും, ഡേറ്റ ഉണ്ടാവും, സത്യം ഉണ്ടാവും. അദ്ദേഹത്തിന്റെ മലയാളത്തിന്റെ ഒപ്പം ഉണ്ടാവും ഈ ഇങ്ങനൊരു പ്രചരണം. അല്ല, ആരാ ഈ പറഞ്ഞ ആളാരാ? പിന്നെ അത് CPM അല്ല, അത് അല്ല. ഈ സംസ്ഥാനത്തിൽ എത്ര വന്ദേ ഭാരത് ട്രെയിൻ കിട്ടി? എത്ര സ്റ്റേഷൻ ആധുനികരം സ്റ്റേഷന്റെ മോഡേണൈസേഷൻ നടത്തും? അല്ല, അതെല്ലാം ബഡ്ജറ്റ് വന്നില്ലല്ലോ. ഈ ബഡ്ജറ്റിൽ 37,000 കോടി അൺടൈഡ് ഗ്രാന്റ് ആണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊടുക്കുന്നത്, കേരള സംസ്ഥാന ഗവൺമെന്റ്. എന്തായിരുന്നു അതിന്റെ മുമ്പത്തെ ബഡ്ജറ്റിൽ? 20,000 കോടി. അപ്പൊ അതിനെ കുറിച്ചൊന്നും പറയില്ല. അല്ല, ഞങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാണ്. നിങ്ങൾ അവരോട് പറയൂ, നിങ്ങൾ CPMന്റെ അഭിപ്രായം BJP തന്നിട്ടില്ല ആണെങ്കിൽ അന്ന് ചർച്ച ഡിബേറ്റ് ചെയ്യൂ. എന്റെ ഒരു വെല്ലുവിളി, ചാലഞ്ച് പറയൂ. ധൈര്യം ഉണ്ടെങ്കിൽ, കരുത്തുണ്ടെങ്കിൽ. CPMകാരല്ല വലിയ സ്ട്രോങ് മാൻ എന്നെല്ലാം പറഞ്ഞ് നടക്കുന്നത്. ഞാൻ ചാലഞ്ച് ചെയ്യുന്നു, വന്ന് ഡിബേറ്റ് ചെയ്യുന്നു. 10 മിനിറ്റ് ഞാൻ പൊളിക്കവരെ, 10 മിനിറ്റ് മതി. അതുകൊണ്ട് വരില്ല. ഇപ്പൊ തന്നെ പറഞ്ഞുതരാം, വരില്ല ഡിബേറ്റിന്. അല്ല, ഞാൻ പറഞ്ഞത് എന്താണ്? ഞാൻ പറയട്ടെ. എന്തുകൊണ്ട് അവര് ഇറാന്റെ UAE അറ്റാക്ക് കണ്ടം ചെയ്യുന്നില്ല? എന്തുകൊണ്ട് ബഹ്റൈനും കുവൈറ്റും? മലയാളികൾ എവിടെയാണ്? കുവൈറ്റും ബഹ്റൈനും സൗദി അറേബ്യയിലും UAE-യിലല്ല. അപ്പൊ എന്തുകൊണ്ട് അത് പറയുന്നില്ല? ഈ ഇറാന്റെ വാല് എന്താ മാത്രം പിടിക്കുന്നത്? അപ്പൊ പറയണ്ടേ, UAE-യിൽ അറ്റാക്ക് ചെയ്യാൻ പാടില്ല, ബഹ്റൈനിന്റെ മിസൈൽ അറ്റാക്ക് ചെയ്യാൻ പാടില്ല. നമ്മളെ ആൾക്കാർ അവിടെ ഉണ്ട്, നമ്മുടെ എത്രയോ മലയാളീസ് അവിടെ ഉണ്ട്. അവരുടെ കുടുംബങ്ങൾ അവരാണ് കാശ് അയക്കുന്നത്. ഈ സംസ്ഥാനത്തിന്റെ ഇക്കോണമിന്റെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ എന്താ? അവരുടെ റെമിറ്റൻസസ് അല്ലേ. അപ്പൊ അവരെ സംരക്ഷിക്കണ്ടേ? അതിനെ കുറിച്ച് 2 വാക്ക് പറയണ്ടേ? പറഞ്ഞിട്ടുണ്ടോ ഇതുവരെ? ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. അല്ല, കേന്ദ്രം പറഞ്ഞത് എന്താണ്? അത് റഷ്യ യുക്രൈനും വാറിലും ഈ വാർ പറഞ്ഞ് ഇത് വാറിന്റെ സമയമല്ല. പ്രധാനമന്ത്രി മോദിജി കൃത്യമായി പറഞ്ഞു, ഇത് വാറിന്റെ സമയമല്ല. എന്തെങ്കിലും ഇങ്ങനെ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ ചർച്ച ചെയ്തിട്ട് അതിന്റെ സമാധാനം നമ്മൾ കണ്ടുപിടിക്കണം എന്നാണ് നമ്മുടെ പൊസിഷൻ, ആദ്യം മുതൽ ഇന്ന് വരെ. അത് SM ഇലക്ഷന് മുമ്പ് 2 ദിവസം മുമ്പ് നിങ്ങൾ കണ്ടുപിടിക്കും. അന്ന് പറയാം. ഓ, ഉണ്ടാവും. 140 അസംബ്ലി സെഗ്മെന്റിൽ NDAന്റെ കരുത്തുള്ള വിന്നബിൾ കാൻഡിഡേറ്റ് മത്സരിക്കും, ഈ കൊള്ളക്കാരെ തോൽപ്പിക്കും എന്ന് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നു, ഉറപ്പു തരുന്നു.